പ്രൊഫഷണൽ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകളുള്ള എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട് ഇവിടെ കൗമാലത്താണ്. എൻ്റെ ഫാദർ ചിലപ്പോൾ അറിയായിരിക്കും ആന്റണിയാനിക്കാണ് മരിച്ചുപോയി, ഡാഡിയാനിയായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് കുറേ പേര് വന്നിട്ടുണ്ട്. വക്കച്ചായനെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ജോണി അച്ഛനെ ഇഷ്ടപ്പെട്ടോ? ജോണി അച്ഛൻ്റെ മോനായിട്ട് വന്നിരിക്കുന്ന പയ്യനുണ്ട് അർജുന്റെ മക്കളുടെ അതുപോലെ സൂര്യ ഇവിടുത്തെ തന്നെ നമ്മുടെ ഇത് പറഞ്ഞേ ഹിന്ദിക്കാരനല്ല, മലയാളിയാട്ടോ. മലയാളിയാണ്, ഹിന്ദിക്കാരായിട്ട് അഭിനയിച്ചാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അച്ഛന്മാരൊക്കെ ഇവിടെ വരാൻ പറ്റിയ സന്തോഷം, സ്വീകരിക്കുന്ന സന്തോഷം. നിങ്ങളെല്ലാം ഇങ്ങനെ അത് മതി. പാട്ട് ഇഷ്ടമായോ? കേട്ടോ. താങ്ക് യു വെരി ഒരുപാട് പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ പള്ളിക്കത്തോട്. കാരണം ഞാൻ പറയണ്ടേ, ഞാൻ ഈ പെണ്ണ് കെട്ടാൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പെണ്ണ് കണ്ട സ്ഥലം നടന്നില്ല. അതൊന്ന്. രണ്ട്, ഞാൻ പറഞ്ഞ പിന്നെ ജിജിമോന്റെ ഈ തിയേറ്റർ, പിന്നെ ഏറ്റവും അധികമായിട്ട് എന്നെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും എന്നെ പിടിച്ചിരുന്നത് നമ്മുടെ ഷൈജു അച്ഛന്റെ ആത്മാ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് തരത്തില് അത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും എപ്പോഴും പോകാവുന്ന സ്ഥലമാണ് ആത്മയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു എന്നാ പറയണ്ടേ, നമ്മള് ഈ പറഞ്ഞ വീഴ്ചകളിലും എന്നാ പറയണ്ട, ഒരു ഉയർച്ച താഴ്ചകളിലും, പ്രത്യേകിച്ച് നമ്മുടെ കലാകാരന്മാരല്ലേ എപ്പോഴും ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. അത് ഒന്നാം തീയതി ഒപ്പിട്ട് മേടിക്കുന്ന ശമ്പളമൊന്നുമല്ലോ. അപ്പോ ഉയർച്ച താഴ്ചകൾ ശമ്പളം വെച്ചിട്ട് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മാറണം ദൈവമേ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ എപ്പോഴും അച്ഛൻ ജോൺ ചേട്ടാ ചിന്തിക്കണം, ജോൺ ചേട്ടൻ മാറണം, ജോൺ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് തന്നെ എപ്പോഴും പ്രചോദനം നൽകുന്നത് പ്രിയപ്പെട്ട ഷൈജുവാണ്. അപ്പോ എനിക്കിവിടെ ഇത് വലിയൊരു വേദിയായിട്ട് തോന്നുന്നു. കാരണം ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു സിനിമ ചേച്ചി നിർമ്മിച്ച റജിയ സംവിധാനം ചെയ്ത, ഈ നാട്ടുകാരൻ സംവിധാനം ചെയ്ത സിനിമ ഇവിടെ വെച്ച് വരാൻ എന്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ തിയേറ്ററിൽ വെച്ച് ഇത് നടക്കാനും അത് ഷോ കാണാൻ പ്രിയപ്പെട്ട അച്ഛനെത്തിയതും, അതുപോലെ എനിക്ക് എല്ലാത്തിനുപരിയായിട്ട് എന്റെ അച്ഛന്റെ ഇപ്പം ആത്മാ എന്ന് പറഞ്ഞ അവിടെ എന്റെ സുഹൃത്ത് ഡാർവിൻ എന്ന് പറഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലത്ത് വലിയൊരു റിസോർട്ടും അദ്ദേഹം ഇവിടെ അച്ഛൻ്റെ ഞാൻ പറഞ്ഞു കേട്ടിട്ട് വന്നതാണ്. അപ്പൊ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ഈ ഒരു സ്ഥലമാണ്, അവിടെ പോകേണ്ടതാണ് തീർച്ചയായിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വന്നതിൽ സന്തോഷം. അതുപോലെ തന്നെ സിനിമ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഞാൻ അച്ഛനെ കുറിച്ച് ഇത്രയും പറഞ്ഞതെന്നു വെച്ചാൽ എനിക്ക് അതുപോലെ എന്നെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ട് ഒരാളായതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും എല്ലാവരും എല്ലാവരും കുഞ്ഞു പിള്ളേർ വരെ പറയുന്നു, അല്ലെങ്കിൽ ചെറുപ്പക്കാർ പറയുന്നു പടം റെസ്റ്റോറന്റ് കേട്ടാന്ന് തോന്നുന്നു. നിങ്ങൾ പാസ് ചെയ്യുക. മൗപ്പത്തിന്റെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിസിറ്റി. മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, രജിസ്റ്ററിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ ചേച്ചി അടക്കം 16 പ്രൊഡ്യൂസർ പ്രവാസികളായിട്ടുള്ള നിർമ്മാതാക്കളുടെ പൈസയാണ്. എനിക്കൊന്നും സാമ്പത്തികമായിട്ട് റിസ്ക് ഒന്നുമില്ല. പക്ഷെ ഈ പടം ഓടിയ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ആശംസിക്കുക. നന്നായിരിക്കും. താങ്ക് യു. പള്ളിക്കത്തോട് എട്ടാമത്തെ സെക്കൻഡ് പ്രൈസ് ആയപ്പോൾ സ്കൂളിൽ നിന്ന് കരഞ്ഞ ആളാണ്. ഞാൻ പറഞ്ഞു ഉഗ്രം പടം, തകർപ്പൻ പടം.
ജോയിച്ചേട്ടൻ ഇവിടുത്തെ ജോയിസ് ബേക്കേഴ്സ് സ്ഥാപനത്തിന്റെ ഉടമയാണ്. ഒരു 100 വർഷത്തെ പാരമ്പര്യമുള്ള പണിതുണ്ട്. മിണ്ടായിരിക്കാവുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരുപാട് നന്ദി. അതിന് വേറെ അവാർഡ്. എനിക്ക് അവാർഡ് വേണം. എന്റെ ഒരു ഫ്രണ്ടിന്റെ മകനാണ് ഈ റിജിസ് ആന്റണി. ഞാൻ അവാർഡ് വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഡാഡിയുടെ എസ്ബിറ്റിലെ ഗുരുവിടെ ഉണ്ടായിരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ഇവിടെ കാണുന്നത്. കുറെ പേരെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തില്ലാതെ ഇവരെല്ലാം ഇവിടെ പളകിതുള്ള സിനിമ ആണെന്നുള്ളത് വലിയൊരു അനുഗ്രഹം. അടുത്ത ശനിയാഴ്ച മഞ്ജു പിള്ളയും അജു വർഗീസൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചേക്കണേ. സ്നേഹ ചൈതന്യമേ, ജീവസംഗീതമേ, കരുണതൻ മലരിതൾ വിരിയുമി വേളയിൽ ഉയരുന്നു സങ്കീർത്തനം.